ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ ലിവറാണ്. ചിക്കൻ ലിവർ റോസ്റ്റാണ്. നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇത് 1 കിലോ ഉണ്ട് ലിവർ. ഇത് സവാള, ഇതൊരു 4-5 സവാള എടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊരു തക്കാളി, കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, ഇത് പച്ചക്കുരുമുളകാണ്, പച്ചക്കുരുമുളക് ചതച്ചത്, ഇത് നമ്മുടെ തേങ്ങാക്കൊത്ത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് ഗരം മസാല പൗഡർ. ഇത് ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിന്ന് ലിവർ റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായത്. നമ്മളിത് ഫ്രൈ ചെയ്തിട്ടാണ് റോസ്റ്റ് ആക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു 1/2 സ്പൂൺ മഞ്ഞൾ, ഒരു 1/2 സ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ മുളക് പൊടി ഒരു 1 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, ഒരു 1/2 സ്പൂൺ കുറച്ചുകൂടി ഉണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് ഇപ്പൊ എല്ലാം കുറേശ്ശെ ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഉള്ളി വഴറ്റാനകത്ത് ബാക്കിയുള്ള മസാല പൗഡർ ചേർക്കാം. അതുകൊണ്ട് ഇതിപ്പോൾ കുറച്ചുള്ളൂ. ഇത് നന്നായിട്ട് ഒന്ന് വിരവി വെക്കണം. ഒരു 10 മിനിറ്റ് ഇത് വെച്ചതിന് ശേഷം ഇതിനൊന്ന് ഫ്രൈ ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ പാൻ വെച്ചിട്ട് അതിൽ നല്ല വെളിച്ചെണ്ണ വീത്തുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാവട്ടെ. ചൂടായതിനു ശേഷം നമുക്ക് ഈ ലിവർ ഇതിലോട്ട് ഇടാം. അപ്പൊ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലിവർ ഇതിലോട്ട് ഇടാം. ലിവർ ഇടുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടിത്തെറിക്കണം. ഇനി നമുക്ക് ഈ ലിവറിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചതച്ച വെളുത്തുള്ളി കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി കിടന്ന് ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പൊ നമുക്കിതൊന്ന് അടച്ച്. അപ്പൊ നമ്മളെ ലിവർ ഒരു പകുതി വേവായി, നല്ലോണം മുരിഞ്ഞ് പകുതി വേവായി. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് ഇത് ഓയിലോട്ട് കടുക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇട്ട് മൂപ്പിക്കാം. ഇതിലോട്ട് കടുക് ഇടാം ആദ്യം. നമ്മൾ ഇതിലോട്ട് കടുക് ചേർക്കുന്നത് കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. ഇനി ഇഞ്ചി, കറി ലീവ്സ്, ഇനി നമുക്ക് പച്ചക്കുരുമുളക് ചതച്ചതാണ്, അതുകൂടി ചേർക്കാം. പച്ചമുളക്, ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിക്കണം. അപ്പൊ ഇതൊന്ന് മൂത്ത് വന്നു തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പിട്ടു. ഉപ്പ് നമ്മൾ ആദ്യം കരൾ ഫ്രൈ ചെയ്യാനകത്ത് ഉപ്പിട്ടുകൊണ്ട് കുറച്ച് ഉപ്പുകൾ ഇട്ടുകൊണ്ട് പിന്നെ അവസാനം നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ഒരു പൊടിയോട് ഒരു നുള്ളു സോഡാപ്പൊടി ആഡ് ചെയ്യാം. ഒരു നുള്ളു സോഡാപ്പൊടി ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സവാള വഴണ്ട് കിട്ടും. അതിനാണ് നമ്മൾ സോഡാപ്പൊടി ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 സ്പൂൺ. നേരത്തെ നമ്മൾ 1/2 സ്പൂൺ ചേർത്തോണ്ട് ഇനി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക്
മസാല നമ്മൾ ആവശ്യത്തിന് ഞാനൊരു 3/4 സ്പൂൺ ഇടുന്നുണ്ട്. ഇത്രയും ഇട്ട് നന്നായിട്ട് ഇതിന്റെ പച്ചമണം പോകുന്നുണ്ട്. നന്നായിട്ട് ഇളക്കണം. ഇതിന്റെ നല്ലോണം ഇളക്കി. അപ്പൊ ഈ ഇട്ട മസാലയുടെ ഒക്കെ ഒരു പച്ച കുത്തുണ്ട്. അപ്പൊ അത് പോകാൻ വേണ്ടി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം. പിന്നെ മുളക് പൊടിന്റെയും മല്ലിപ്പൊടിന്റെയും ഒക്കെ ഒരു പച്ച മണം മാറി. ഇനി നമുക്കിതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കരളിലേക്ക് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞിട്ടേക്കുന്നത്. നമുക്കത് ഒരു തക്കാളിയാണ് ഇതിലോട്ടാണ്. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി, കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഇളക്കി അടച്ചു വെക്കാം. അപ്പൊ ഇതിന് വേവട്ടെ. അപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റ് പോലെ ആയി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം വീട്ടിയായിരുന്നു. അപ്പൊ അതൊക്കെ വറ്റി നല്ല റോസ്റ്റ് പോലെ. ഈ പരുവത്തിലാണ് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കേണ്ടത്. കൊത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം സവാള അരിഞ്ഞ് വെച്ചത് കുറച്ച് സവാള മാറ്റി വെച്ചു. അതിനെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ സവാളേന്റെയും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് അതിന്റെ ഫ്ലേവറൊക്കെ ഈ ഒരു ലിവർ റോസ്റ്റിലോട്ട് പിടിക്കണം. നമ്മൾ ഇത് അടച്ചു വെച്ച് 2 മിനിറ്റും അടച്ചു വെച്ചിരുന്നാൽ ഇതിന്റെ ഫ്ലേവറൊക്കെ ഇറങ്ങും. അപ്പൊ നമ്മൾ ലിവർ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി 2 മിനിറ്റ് ഞാൻ മൂടി വെക്കാം. അപ്പൊ നമ്മൾ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പൊ നമ്മൾ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ ചപ്പാത്തിക്കൂടെയും പൊറോട്ടയുടെയും ചോറിൻ്റെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.